വെയിറ്റ് ചെയ്ത് നിൽക്കുക. അവനിപ്പോ എല്ലാം പറഞ്ഞ് കോംപ്രമൈസ് ചെയ്യണം. നീ പറ, ഇപ്പൊ പോയി വിളിക്കണോ ഞാൻ? അവളൊന്ന് ഒഴിഞ്ഞു കിട്ടിയാൽ മതി എന്ന് പ്രാർത്ഥിച്ചാ ഞാനിരുന്നത്. ഹലോ ഗൈസ്, അങ്ങനെ നമ്മുടെ സുകുമോ ദേവി പുതിയ പ്രൊമോയില് ഭയങ്കര ദുരന്തമാട്ടോ സംഭവിക്കുന്നത്. അതായത് ഇസബെല്ല നന്ദൻ തന്റെ ചൊൽപ്പൊടിക്ക് നിൽക്കുന്നില്ല, അല്ലെങ്കിൽ തന്റേതായിട്ടുള്ള വഴിയിൽ വരുന്നില്ല എന്ന് അറിയുമ്പോൾ നന്ദനെ തന്നെ അപകടപ്പെടുത്താൻ ശ്രമിക്കുന്ന ഒരു രംഗങ്ങളാട്ടോ നമ്മുടെ പുതിയ പ്രൊമോയിൽ കാണുവാൻ സാധിക്കുന്നത്. അതായത് നമ്മുടെ ഇസബെല്ല ഇപ്പൊ ഭയങ്കര ഹാപ്പിയിൽ നിൽക്കുവായിരുന്നു. അതായത് ദേവിക ഇപ്പോൾ നന്ദന്റെ അടുത്ത് അടുക്കുന്നില്ല, അപ്പം നൈസായിട്ട് നന്ദനെ തന്റെ സൈഡിലാക്കാം എന്നുള്ളൊരു രീതിയിൽ നിൽക്കുമ്പോഴാണ് നമ്മുടെ കെവിൻ വന്നിട്ട് പറയുന്നത് നന്ദൻ ഇപ്പോൾ ദേവികനെ കാണാൻ വേണ്ടി നിൽക്കുവാണ്, പറഞ്ഞ കാര്യങ്ങളൊക്കെ സോൾവ് ആക്കാൻ വേണ്ടി നിൽക്കുവാണ് എന്ന് പറയുന്നത്. അപ്പൊ ഇത് കേട്ട നമ്മുടെ ഇസബെല്ല ഭയങ്കര കലിതുള്ളി നിൽക്കുന്നുണ്ട്. പിന്നെ നമ്മുടെ ഇസബെല്ല ഗുണ്ടകളെ വിളിച്ചിട്ട് എന്തൊക്കെയോ കൊട്ടേഷൻ കൊടുക്കുന്നുണ്ട്. ഏറ്റവും ഒടുവിൽ നമുക്ക് കാണുവാൻ സാധിക്കുന്ന കാഴ്ച എന്താണെന്ന് വെച്ചാൽ നമ്മുടെ നന്ദൻ ഇങ്ങനെ റോഡിൽ ഫോണും ചെയ്ത് ആരൊക്കെയോ വിളിച്ചിങ്ങനെ നിൽക്കുന്ന സമയത്ത് ബാക്കിലൂടെ ഒരു ജീപ്പ് പാഞ്ഞു വരുന്ന ഒരു രംഗം കേട്ടോ. അപ്പൊ ഇനി എന്തൊക്കെയായിരിക്കും അവിടെ സംഭവിക്കാൻ പോകുന്നത് അല്ലേ കൂട്ടുകാരെ? നമ്മുടെ ഇസബെല്ല തനിക്ക് നന്ദനെ കിട്ടിയില്ലെങ്കിൽ ഇനി ദേവികയ്ക്കും കിട്ടണ്ട എന്നുള്ള രീതിയിൽ നന്ദനെ തന്നെ ഇല്ലാതാക്കാനായിരിക്കുമോ ശ്രമിക്കുന്നത് എന്നാണ് നമുക്കിനി അറിയേണ്ടത് അല്ലെ. നന്ദൻ അല്ലെങ്കിൽ ദേവിക, ഇതിൽ രണ്ടിൽ ഒരാളെ നമ്മുടെ ഇസബെല്ല തീർത്തിരിക്കും എന്നിപ്പോ ഏകദേശം നിശ്ചയമായി കഴിഞ്ഞു. കാത്തിരുന്നതിനെ കനട്ടപ്പെടുത്ത ഒരു വീഡിയോയുമായി വരുന്നത് വരയ്ക്കും ഗുഡ് ബൈ.